ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും വേദനിക്കുന്നത്? നിങ്ങൾ ഇപ്പോഴും അവിടെ തന്നെയാണല്ലേ? നോ കോണ്ടാക്ട്സ്, നോ മെസ്സേജ്. അയാളുടെ ഓർമ്മകൾ അല്ലെങ്കിൽ അവരുടെ ഓർമ്മകൾ അതിശക്തമായി തിരിച്ചു വരുന്നുണ്ടല്ലേ? അതൊരിക്കലും നിങ്ങൾ വീക്ക് ആയതുകൊണ്ടല്ല, നിങ്ങൾ ഹീലിംഗ് പ്രോസസ്സിലാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുവാണെങ്കിൽ അടുത്ത 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടൊരു മാറ്റം വരും. 30 ഡേയ്സ് ഹീലിംഗ് ചലഞ്ച്. നമുക്ക് തുടങ്ങാം. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ പറഞ്ഞല്ലേ, 30 ഡേയ്സ് ഹീലിംഗ് ചലഞ്ച് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വന്നിട്ടും വൈ ഇറ്റ് സ്റ്റിൽ ഹേർട്സ്? ബിക്കോസ് ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ആ വ്യക്തിയുമായിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ട്രോമ ബോണ്ടിങ്, പിന്നെ നിങ്ങളുടെ ഓവർ തിങ്കിങ്. അത് തന്നെയാണോ കാരണം? നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയല്ല മിസ് ചെയ്യുന്നത്, നിങ്ങൾ കണ്ട ഫ്യൂച്ചർ, അതാണ് നിങ്ങൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു 30 ഡേയ്സ് ഹീലിംഗ് പ്ലാൻ നോക്കിയാലോ? ഫസ്റ്റ് വീക്ക് ഹേർട്ട് ഡീറ്റോക്സ് എന്ന് നമുക്ക് ഹെഡിങ് കൊടുക്കാം. ഫസ്റ്റ് വീക്ക് 1 to 7th ഡേ അല്ലെ, 7 ഡേയ്സ്. സോ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഫസ്റ്റ് വീക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും? നോ കോണ്ടാക്ട് റൂൾ. ഇനി വെറുതെ അൺസെൻഡ് ലെറ്റേഴ്സ് വെറുതെ എഴുതുക. അതായത് എന്താണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ക്ലാരിറ്റി വേണമെന്ന് തോന്നും അല്ലേ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇനിയും അയാളോട് പറയേണ്ടതായിട്ടുണ്ട്, അങ്ങനെയൊക്കെ തോന്നും അല്ലേ. പക്ഷെ അപ്പം വെറുതെ അപ്പം തന്നെ ഉടനെ ഫോൺ എടുത്തിട്ട് അത് അയാളോട് പറയാനായിട്ട് നിൽക്കണ്ടേ? വെറുതെ നിങ്ങൾ ലെറ്റർ എഴുതുക, വെറുതെ എഴുതി വെക്കുക. അൺസെൻഡ് ലെറ്റേഴ്സ്, നോ കോണ്ടാക്ട്സ്, അൺസെൻഡ് ലെറ്റേഴ്സ്. ആൻഡ് ഓൾസോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ച് ബ്രേക്ക് എടുക്കുക. അത് വളരെ നല്ലതാണ്. ഒന്നുകിൽ മ്യൂട്ട് ചെയ്യുക ഓർ ബ്രേക്ക്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ക്ലോഷർ അല്ല എപ്പോഴും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടേണ്ട കാര്യമൊന്നും അല്ല, അത് സൈലൻസിൽ നിന്നും കിട്ടും. ഇനി നമുക്ക് വീക്ക് 2 നോക്കാം. 8 ഡേ മുതൽ 14 ഡേ വരെ അല്ലെ, 14 ഡേയ്സ് വരെ. സോ ഈ ഒരു ദിവസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കാം? ഈ ഒരു വീക്കിൽ നമുക്ക് സെൽഫ് വർത്ത് നമുക്ക് റീബിൽഡ് ചെയ്യാം. അപ്പൊ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? 8ാമത്തെ ദിവസം മുതൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ 5 സ്ട്രെങ്ത്, നിങ്ങളുടെ 5 സ്ട്രെങ്ത് നിങ്ങൾ എഴുതുക. അതിനുശേഷം അത് മിറർ നോക്കി ഒന്ന് പറയുക. അതിനൊപ്പം തന്നെ എനിക്ക് ഞാൻ മതി എന്നുള്ളത് കൂടെ നിങ്ങൾ പറയുക. നിങ്ങൾ ഇനഫാണ്, അതുകൂടി നിങ്ങൾ മിറർ നോക്കി പറയുക. ഞാൻ മതി, ഞാൻ തന്നെ മതിയാവും എനിക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയയിൽ നിന്ന് ബ്രേക്ക് എടുക്കണമെന്ന്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ മറന്നു പോകരുത്, വിട്ടു പോകരുത്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ബ്രേക്ക് എടുക്കുക എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് കാണുമല്ലേ, ചിലപ്പോൾ ഒരാളായിരിക്കാം. അയാളോട് ഇതെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. ഒരു നാണക്കേടും വിചാരിക്കണ്ട. ഇനിയിപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൗൺസിലിങ്ങിന് പോവാം. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ഷെയറിംഗ് എന്ന് പറയുമ്പോൾ, ഈ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഏറെക്കുറെ വിഷമങ്ങൾ അങ്ങ് പെയ്ത് തോർന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ആവും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മൈൻഡ് കൈവിടുന്ന ഒരു അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ടിനെ വിളിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് ചേർന്ന് നിൽക്കുന്ന ആരാണോ അവരെ നിങ്ങൾ വിളിക്കുക. അവരോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുക. അതിലൊരു നാണക്കേടും വേണ്ട കേട്ടോ. ടോക്സിക് റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ സംശയിപ്പിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ കറക്റ്റ് ആണോ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ സംശയിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് വരുമ്പോൾ, നിങ്ങൾ ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ പഠിക്കും. ഇനി വീക്ക് 3, അതായത് 15 ഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യും അല്ലേ, 15 to 21 ഡേയ്സ് വരെ. അപ്ഗ്രേഡ് യുവർ സെൽഫ്, അതാണ് നമ്മൾ ഈ ഒരു വീക്കിൽ നോക്കാൻ പോകുന്നത്. അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? രാവിലത്തെ സൺലൈറ്റ് അത് കൊള്ളുന്നത് നല്ലതാണ്. കുറച്ചു നേരം ഒന്ന് സൺലൈറ്റ് ഒക്കെ കൊണ്ട് ഒന്ന് റിലാക്സ് ആവുക. എക്സസൈസ് ചെയ്യുക. ജിമ്മിൽ ജോയിൻ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ എക്സസൈസ് ചെയ്തോളൂ, അല്ലെങ്കിൽ യോഗ പ്രാക്ടീസ് ചെയ്തോളൂ. നമുക്ക് വീക്ക് 3യിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് വേണ്ടത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ കരിയർ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി. ആ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യണ്ടേ? കരിയർ ഓർ സ്റ്റഡി, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, ഗോൾസ് സെറ്റ് ചെയ്യുക. നെഗറ്റീവ് തോട്ട്സിനെ നിങ്ങൾ ചലഞ്ച് ചെയ്യുക. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഗ്ലോ അപ്പ് ആകുന്നത് റിവെഞ്ചിന് വേണ്ടിയിട്ടല്ല, അത് സെൽഫ് റെസ്പെക്റ്റ് ആണ്. ഇനി വീക്ക് 4 22ാമത്തെ ദിവസം മുതൽ സ്റ്റാർട്ട് ആവും അല്ലേ, 22 to 30 ഡേയ്സ്. ഈ വീക്സിൽ നിങ്ങളുടെ കം ബാക്ക് ആണല്ലോ, കം ബാക്ക്.
വെറും കംബാക്ക് അല്ല, സ്ട്രോങ് കംബാക്ക്. അങ്ങനെ തന്നെ പറയാം. ആ ഒരാഴ്ച നിങ്ങൾ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ, അതായത് ഫ്യൂച്ചർ പാർട്ട്ണർ, നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിന്നു അല്ലേ, സ്റ്റോപ്പ് ചെയ്തു എന്ന് വെച്ചിട്ട് നമുക്ക് ഇനിയൊരു പാർട്ട്ണർ വന്നു കൂടായികയില്ല എന്നില്ലല്ലോ. സോ നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണറിന് വേണ്ട ക്വാളിറ്റീസ് ഒന്ന് എഴുതുക. വെറുതെ നിങ്ങൾ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചർ പാർട്ട്ണറിന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വാളിറ്റീസ് ഒന്ന് എഴുതി വെക്കുക. നിങ്ങളുടെ ബൗണ്ടറീസ് അതും നിങ്ങൾ ഒന്ന് ലിസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സോളോ ട്രാവലിംഗ്, ഒറ്റയ്ക്കൊക്കെ ഒന്ന് യാത്ര ചെയ്ത് നോക്കുക. അതിന്റെ സുഖം വേറെയാണ്. ഒന്ന് സമാധാനമായിട്ട് എവിടേക്കെങ്കിലും ഒക്കെ ഒന്ന് പോവുക, ട്രാവൽ ചെയ്ത് പോവുക. അതൊക്കെ ഈ ഒരു വീക്ക് 4-ലാണ്. നെക്സ്റ്റ് ടൈം നിങ്ങളൊരു പ്രണയം ചൂസ് ചെയ്യുമ്പോൾ നീഡിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ആ ഒരു ചോയ്സ് കൊണ്ടായിരിക്കണം നിങ്ങൾ പ്രണയിക്കേണ്ടത്. ബ്രോക്കൺ ഹാർട്ട് എന്ന് പറയുന്നത് ടെമ്പററി ആണോ? നമ്മുടെ ഈ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. റിലേഷൻഷിപ്സിൽ നിന്ന് നമ്മൾ പുറത്തു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രാവലിംഗ് ആയിക്കോട്ടെ, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ദൈവം അറിഞ്ഞ് സഹായിച്ച് തന്നിട്ടുണ്ട്. ഭൂമിയിൽ തന്നെ നമുക്ക് ആസ്വദിക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ, നമ്മുടെ തന്നെ സ്കിൽസ് നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സോ ബ്രോക്കൺ ഹാർട്ട് എന്ന് പറയുന്നത് ടെമ്പററി ആണ്. ഈ ഒരു ഹീലിംഗ് പ്രോസസ്സ് കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഒരു ഭൂമി, അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്കവിടെ ബാക്കി നിൽക്കുവാണ്. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കാണാനുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ അറിയാനുണ്ട്. സോ ബ്രോക്കൺ ഹാർട്ട് എപ്പോഴും നിങ്ങൾ ഓർക്കുക, ബ്രോക്കൺ ഹാർട്ട് എന്ന് പറയുന്നത് ടെമ്പററി ആണ്. ഹീലിംഗ് കഴിയുമ്പോൾ അതെല്ലാം സെറ്റ് ആയിക്കോളും. പക്ഷേ ബ്രോക്കൺ സ്റ്റാൻഡേർഡ്സ് അതൊരിക്കലും നിങ്ങൾ പെർമനന്റ് ആകാൻ സമ്മതിക്കരുത്, അനുവദിക്കരുത്. സോ എൻ്റെ ഈ 30 ഡേയ്സ് ചലഞ്ച് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നവരോട് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.